ഹായ്, പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് വന്നിരിക്കുന്നത് ഇപ്പം ഒരു ആട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നേ, ലാലേട്ടൻ്റെ പുതിയ ആട്. അതായത് തുടരും സിനിമയിലെ ജോൺ സാർ ഉണ്ടല്ലോ, പുള്ളി ഡയറക്ടർ, നിങ്ങൾക്കൊക്കെ അറിയാലോ. ഡയറക്ടർ എന്ന് പറഞ്ഞാൽ ആടിൻ്റെ ഡയറക്ടർ. അപ്പോൾ പുള്ളി ഇന്നലെ ലാലേട്ടനെ വെച്ചൊരു സ്വർണം വിൻസ് മേര ജ്വല്ലറിയുടെ ഒരു ആട് പുള്ളി ഇന്നലെ ഇറക്കിയിട്ടുണ്ടായിരുന്നു യൂട്യൂബിൽ. ഞാനിത് ഇന്നലെ ഇറക്കിയപ്പം തന്നെ ഞാൻ കണ്ടേ. അതായത് ഒരു 5 മിനിറ്റിനകത്ത് വെച്ച് ഞാൻ ഈ വീഡിയോ കണ്ടേ. ഞാൻ ഇന്നലെ 5 മണിയൊക്കെ കഴിഞ്ഞപ്പോൾ എനിക്ക് തെറ്റിപ്പോയി. ഇന്നലെ ആ ഹൃദയപൂർവ്വത്തിൻ്റെ ടീസർ ഇന്നലെ വരുന്നതെന്ന് പറഞ്ഞിട്ട് ഞാൻ അന്നേരം കയറി വന്ന വീഡിയോ ആണ് ഇത്. അന്നേരം ഞാൻ കയറി ഒന്ന് കണ്ട്. അപ്പോൾ ആ വീഡിയോ കണ്ടിട്ട് എനിക്ക് എങ്ങനെ തോന്നി, അതാണ് ഞാൻ ഈ വീഡിയോയിലോട്ട് ഷെയർ ചെയ്തത്. മറ്റേ വീഡിയോ പരിപാടിയൊന്നും ഞാൻ കാണിക്കുന്നില്ല. അപ്പോൾ ഈ ആട് കണ്ടിട്ട് എനിക്ക് എന്തോ തോന്നി, ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. എന്നിട്ട് നമുക്ക് ഈ വീഡിയോട്ട് പോകുകയാണെങ്കിൽ നമുക്ക് ഇതിനകത്ത് പ്രകാശ് വർമ്മയെ എനിക്കങ്ങനെ പൊതുവെ തുടരുവിന് ശേഷമാണ് പുള്ളി അങ്ങനെ ആ ഡയറക്ടറാണെന്നൊക്കെ അറിയാവുന്നത്. അതായത് വോഡഫോണിൻ്റെ ഡയറക്ഷൻ പുള്ളി ചെയ്തിട്ടുണ്ടായിരുന്നു. ഹച്ചിൻ്റെ പുതിയ റീചാർജ് 1 മാസം മുഴുവൻ നിൽക്കും, ഒരു ചായക്കട കയറിയാൽ 10-200 രൂപയാവും, അങ്ങനെയൊക്കെയുള്ള പണ്ട് ഇത് പറഞ്ഞ വോഡഫോണിന് പകരം വന്നെയാണ് ഹച്ച്. അല്ല, അതിന് മുമ്പ് വന്നെയാണ് ഹച്ച്, തിരിഞ്ഞുപോയി. അപ്പോൾ പുള്ളിക്കാരൻ്റെ ആട് ഇപ്പോഴാണ് ഞാൻ ശ്രദ്ധിക്കുന്നത്. ലാലേട്ടൻ്റെ വീഡിയോക്കകത്ത് പറയുവാണെങ്കിൽ ലാലേട്ടൻ ഒരു ഷൂട്ടിംഗ് ലൊക്കേഷനിൽ വരുന്നുണ്ട്. അപ്പം പുള്ളി അതിനകത്ത് ഡയറക്ടർ പുള്ളിയായിട്ടൊക്കെ പരിചയപ്പെടുന്ന ഷൂട്ടിങ്ങിൻ്റെ കാര്യം പറയുന്നത്. അതിനകത്തുനിന്ന് ഒരു പെൺകൊച്ച് അതിൻ്റെ മോഡല് ആ ഒരു നെക്ലൈസ് ഊരി ടേബിളിൽ വെച്ചിട്ട് അതിനകത്ത് വെക്കുന്നു, ബോക്സിൽ വെക്കുന്നു. പിന്നെ ഈ ആക്ട്രസുമായിട്ട് കാര്യം പറഞ്ഞു കഴിഞ്ഞിട്ട് ഇത് കാണുന്നില്ല, നെക്ലൈസ് കാണുന്നില്ല. അപ്പം ഈ ലാലേട്ടൻ ക്യാൻവാനിലോട്ട് പോകുന്നത് ഈ പ്രകാശ് വർമ്മ ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പം അങ്ങനെ ഇവർ പോലീസിനെ വിളിക്കണമെന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര പ്രശ്നമൊക്കെ ആയി. അങ്ങനെ ഇയാൾ ക്യാൻവാനിൽ ചെന്ന് നോക്കുമ്പം, പ്രകാശ് വർമ്മ ക്യാൻവാനിൽ ചെന്ന് നോക്കുമ്പോൾ ലാലേട്ടൻ ഈ സ്വർണ്ണമൊക്കെ എടുത്തിട്ടുണ്ട്. ഇത് കാണിക്കുക. പുള്ളി പെർഫോമൻസ് ബേസിൽ ഞാൻ ലാലേട്ടനെ ഒന്നും കുറ്റം പറയുന്നില്ല. പെർഫോമൻസ് പുള്ളി നല്ലോണം ചെയ്യും. ഇതിൻ്റെ ഈ റോൾ തന്നെ കമലതളത്തിൽ പുള്ളി ഇതേപോലെ നല്ല പെർഫോമൻസ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മളെല്ലാം കണ്ടേ. കമലതളത്തിനകത്ത് ആ ലേഡി ഒരു ഡാൻസ് ചെയ്യുന്നുണ്ട് പുള്ളി, അവസാനം ക്ലൈമാക്സിന് മുമ്പായിട്ടുള്ള കിടിലായിട്ട് ചെയ്യുന്നുണ്ട്. ആ പെർഫോമൻസ് ബേസിലല്ല പറഞ്ഞത്. പക്ഷേ എനിക്ക് ഈ ആട് എനിക്കൊന്ന് അക്സെപ്റ്റ് ചെയ്യാൻ എനിക്ക് ഒരു താല്പര്യക്കുറവുണ്ട്. കാരണം വിൻസ് മേര എന്ന് പറഞ്ഞ ഇതിൻ്റെ ഉദ്ഘാടനം ആഗസ്റ്റ് 17-നാണ്. ലാലേട്ടൻ തന്നെയാണ് ഇത് ഉദ്ഘാടനം ചെയ്യുന്നത്. അപ്പോൾ ആദ്യത്തെ ഷോറൂമാണെന്ന് തോന്നുന്നു. അപ്പോൾ അതിന് വേണ്ടി ഇറക്കിയ ഒരു പരസ്യം എന്നാൽ ടി വിക്കകത്തൊന്നും വന്ന് കാണത്തില്ല. മിക്കവാറും ഉദ്ഘാടനം കഴിഞ്ഞിട്ടേ വരത്തുള്ളായിരിക്കും. അപ്പോൾ ഈ ആട് എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല. പക്ഷേ ഒരു സ്ക്രിപ്റ്റ് റൈറ്റിംഗ് എഴുതുമ്പം ഇപ്പം തന്നെ പഴയ ഇതുപോലെ വിജയുടെ ആട് വന്നിട്ടുണ്ടായിരുന്നു, ജോസ് ആലുക്കാസിൻ്റെ. അതിനകത്തൊക്കെ നമുക്ക് ഇമോഷണൽ ടച്ചാക്കി നമുക്ക് ആ ആടിൻ്റെ ഒരു പൊരുൾ നമുക്ക് മനസ്സിലാക്കി തരുന്നു. ഇതിനകത്ത് പറയാം, ഇപ്പോൾ ഒരു ടെക്സ്റ്റൈൽ ഷോപ്പിൻ്റെ പരസ്യമായിരുന്നെങ്കിൽ ഇതേപോലെ ആ ലേഡീസിൻ്റെ ഡ്രസ്സ് എടുത്തിട്ടുണ്ട്, ലാലേട്ടൻ ഡ്രസ്സ് ഇട്ടിട്ടുണ്ട് ഇറങ്ങി നടക്കുമോ? അത് ഒരു സ്ക്രിപ്റ്റ് എഴുതുമ്പോൾ അതിന് ചേരുന്ന രീതിയിലുള്ള സ്ക്രിപ്റ്റ് എഴുതണം. ഇതിന് ചേരാത്ത ഒരു സ്ക്രിപ്റ്റായിട്ടാണ് എനിക്ക് തോന്നിയത്. ഈ ആടിൻ്റെ ലേഡീസ് മാത്രമേ ആഭരണം ധരിക്കത്തുള്ളൂ എന്നുള്ളൊരു ഈ സ്വർണം ജ്വല്ലറിക്കാരുടെ ഒരു ആടിനകത്തുണ്ട്. അപ്പോൾ ഈ ആണുങ്ങളും ആഭരണങ്ങൾ ധരിക്കാറുണ്ട്. പക്ഷേ അവരുടെ മോഡലിനനുസരിച്ച് അത് ഡിസൈൻ ചെയ്യാറുണ്ട്. ഇപ്പം പെണ്ണുങ്ങളുടെ ഇതുണ്ടല്ലോ, ജിമിക്ക, അതേപോലെ ആണുങ്ങൾക്ക് ഉള്ള ഡിസൈൻ ചെയ്തില്ലല്ലോ, കടുക്കനൊക്കെ ആണെങ്കിലും. അപ്പം അതേപോലത്തെ മാല ആണുങ്ങളും ആഭരണങ്ങളും ഇടാറുണ്ട്, ആണുങ്ങൾക്ക് ചേരുന്ന രീതിയിൽ. അപ്പോൾ ഈ ലാലേട്ടനെ കൊണ്ടുവന്നിട്ട് പെണ്ണുമായിട്ട് എന്നിട്ട് ആ ലാലേട്ടനെ അറിയാതെ അങ്ങ് പെണ്ണായിട്ട് മാറി എന്നുള്ള രീതിയിലാണ് ഇന്ന് കാണിച്ചേക്കുന്നത്. എനിക്ക് ഈ ആട് ഇറക്കുമ്പം ഒരു ചേരുന്ന രീതിയിലുള്ള ആടിറക്കണം. ലാലേട്ടൻ നേരത്തെ നല്ല നല്ല ആട് ചെയ്തിട്ടുണ്ട്. ഇപ്പോഴല്ല, ഒരു 10 വർഷത്തിന് മുമ്പ് പുള്ളിക്കാരൻ ലാസ്റ്റ് ചെയ്ത കൈരളി TMTയുടെയും ഇപ്പോൾ ഐസ്ക്രീമിൻ്റെ ഒക്കെ ഉണ്ടല്ലോ, ഐസ്ക്രീമിൻ്റെ പരസ്യത്തിൽ ലാലേട്ടനെ ബോറായിട്ടാണ് യൂസ് ചെയ്തേക്കുന്നത്. മൈജി ഇതിനകത്തൊക്കെ ബോറായിട്ടാണ് ലാലേട്ടനെ യൂസ് ചെയ്ത് വെച്ചേക്കുന്നത്. ഇതിനകത്തും ഇപ്പം വന്ന വിൻസ് മേരയ്ക്കകത്ത് ആടിനകത്തും പുള്ളിക്കാരൻ അത് ബോറായിട്ടാണ്. പെർഫോമൻസിലല്ല, ആ ഒരു സ്ക്രിപ്റ്റിൽ എനിക്ക് യോജിക്കാൻ കഴിയുന്നില്ല. വേറൊരു രീതിയിൽ ആ സ്ക്രിപ്റ്റ് മാറ്റാമായിരുന്നു. കളർ ഗ്രേഡിങ്ങും ഇതെല്ലാം നല്ലതാണ്, പക്ഷേ വേറൊരു രീതിയിലോട്ട് മാറ്റാമായിരുന്നു. ഇപ്പം പുള്ളിക്കാരനെ ഞാൻ ഇതാക്കിയതൊന്നുമല്ല, വേണ്ടായിരുന്നു, ഈ ഒരു രീതിയിൽ ചെയ്യേണ്ടായിരുന്നായിരുന്നു എൻ്റെ ഒരു പേഴ്സണലായിട്ടുള്ള അഭിപ്രായം. ഇപ്പം തന്നെ ശ്രീകുമാർ മേനോനൊക്കെ നല്ല രീതിയിൽ സ്വർണ്ണത്തിൻ്റെ പരസ്യമൊക്കെ പുള്ളി ചെയ്തിട്ടുണ്ട്. അപ്പം അതിനൊക്കെ ഒരു ക്വാളിറ്റി ഉണ്ടായിരുന്നു ആ ഒരു ആടിനൊക്കെ. എനിക്ക് ഒരു ക്വാളിറ്റി വിൻസ് മേര എന്ന് പറയുന്ന ഈ ഒരു ആടിന് ഒരു ക്വാളിറ്റി ഇല്ലാത്തതായിട്ടാണ് എനിക്ക് പേഴ്സണലി തോന്നിയത്. അപ്പോൾ ഇതായിരുന്നു എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം. ഇത് ഞാൻ ഇന്നലെ തന്നെ ഇടണമെന്നുണ്ടായിരുന്നു. ഞാൻ 5 മിനിറ്റിനകത്ത് വെച്ച് ഈ വീഡിയോ കണ്ടേ, ഇന്നലെ യൂട്യൂബിൽ ഇത് റിലീസാക്കിയപ്പോൾ. ഇതാണ് എൻ്റെ ഒരു അഭിപ്രായം. അപ്പം ഇത്രയേ ഉള്ളൂ. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത്. ബൈ.